ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും, കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷുമാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഗുഡ് മോർണിംഗ്. റിനു, ഇന്ന് പ്രധാനമന്ത്രി എത്തുകയാണ്. തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായി അതുകൂടാതെയും പ്രതീക്ഷിക്കുന്ന സമഗ്രമായ വാർത്തകളുടെ ഒരു വിശകലനം? രാവിലെ 10:30 തിരുവനന്തപുരത്തെ പ്രത്യേക വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തും എന്നുള്ള നേതാക്കളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എത്തും എന്നുള്ള വിവരവും ഉണ്ട്. അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം കിഴക്കേക്കോട്ട പുത്തരിക്കൊണ്ടം മൈതാനത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് അതീവ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പുത്തരിക്കണ്ടത്ത് പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തും. പരിപാടിയിൽ അതിവേഗ റെയിൽവേ പാത ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഒരു സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഒപ്പം 45 ദിവസത്തിനകം ഈ തിരുവനന്തപുരം നഗരസഭ BJP അധികാരമേറ്റതിനു ശേഷം അവരുടെ ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എത്തും പ്രധാനമന്ത്രി എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അതിന് ആ പ്രഖ്യാപനത്തിന് 27 ദിവസം തികയുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. പക്ഷേ ഒരു ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു വികസന രേഖ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മേയർ അറിയിച്ചത്. വാർഡുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും ഉണ്ട്. കിഴക്കേക്കോട്ടയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വലിയ അതിഗംഭീരമായി നടത്തുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും റെഡ് സോൺ ആയിട്ടാണ് ശംഖുമുഖം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രദേശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ഗതാഗത നിയന്ത്രണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. 2 വേദികളിലായിട്ടാണ് പുത്തരിക്കണ്ടത്ത് പരിപാടി നടത്തുന്നത്. ആദ്യം റെയിൽവേയുടെ പരിപാടി, അതിനുശേഷം തൊട്ടടുത്തുള്ള BJPയുടെ പൊതുസമ്മേളന പരിപാടിയിൽ ഏകദേശം 25,000 പേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നുള്ളതാണ്. എന്തായാലും നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ BJPയുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10:30 തിരുവനന്തപുരത്തെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി വിമാനം ഇറങ്ങുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വാർത്ത നമുക്ക് അത് തന്നെയാണ്. രണ്ടാമതായി വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ CPMന്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന് തന്നെയാണ് CPM CPI യോഗങ്ങൾ വിലയിരുത്തുന്നത്. CPI യോഗത്തിൽ പ്രധാനമായും 2 ടേം വ്യവസ്ഥകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം CPI കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. CPMലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുമെങ്കിലും സജി ചെറിയാന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുണ്ടായ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ അത് തീർച്ചയായും ചർച്ച ചെയ്തു പോകും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ജയിലിൽ കഴിയുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. അദ്ദേഹത്തിന് 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയെയും മകളെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗ്രീമയുടെ ഭർത്താവിനെ ബോംബെയിൽ വെച്ച് ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. പൂന്തുറ പോലീസ് രാത്രിയോടെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. വന്നതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കേസെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുക എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകളാണ് പ്രധാനമായും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ വേണ്ടി ഉള്ളത്. യെസ്, റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വാർത്താ സമ്പന്നമായ ഒരു ദിനമാണ് ഇന്ന് തലസ്ഥാന നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതും അതിനോടൊപ്പം ചേർന്ന് പ്രധാനമന്ത്രി ഇന്ന് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. നിഖിൽ പ്രമേഷാണ് ചേരുന്നത്. നിഖിൽ, മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, അതിൽ ഏറ്റവും പ്രധാനം ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവം. അതിൽ ഇന്ന് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുക? ഇത്തരം കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പറയും.
സ്മിത, ഗുഡ് മോർണിംഗ്. ബസ്സിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഈ ബ്ലോഗർ അറസ്റ്റിലാവുകയും ഇന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പ്രതി ഷിംജിതെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പോലീസിന് വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നേരത്തെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ പയ്യന്നൂരിൽ ഷിംജിതയും ദീപക്കും യാത്ര ചെയ്ത അല്ലമീൻ എന്ന ബസ്സിലെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മൊഴിയും പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തും. നേരത്തെ ഇവരെ വിളിച്ച് പ്രാഥമികമായി അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ഈ ബസ്സിൽ വെച്ച് അധിക്ഷേപം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇരുവരും നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെ ഒരു കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഈ CCTV ദൃശ്യങ്ങളടക്കം തങ്ങൾ പരിശോധിച്ചുവെന്നും അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉന്നയിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെയുള്ള ഔട്ട് പോസ്റ്റിൽ പരാതി നൽകാമായിരുന്നു എന്നൊക്കെയാണ് ബസ് ജീവനക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും അവരുടെ മൊഴി വളരെ വിശദമായി രേഖപ്പെടുത്തും. അത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇതിന് നേരിട്ടുള്ള ഒരു വിറ്റ്നസ് എന്നുള്ള നിലയ്ക്ക് ഈ ബസ്സിലെ ജീവനക്കാരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മറ്റ് യാത്രക്കാരുടെ മൊഴികളും അന്വേഷണ സംഘം പരിശോധിക്കും. എന്തായാലും ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ പോലീസിന് ഒരു വെല്ലുവിളിയുണ്ട്. അത് ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ്. നമുക്കറിയാം, ഈ അറസ്റ്റിലായതിനു പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയ ജനം അതിന് തെളിവാണ്. അവരെ മഞ്ചേരിയിൽ എത്തിച്ചപ്പോഴും വലിയ രീതിയിലുള്ള കൂക്കിവിളികളും ആഹ്വാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾ വലിയ രീതിയിൽ രോഷത്തിലാണ്. വലിയ രീതിയിലുള്ള ജനപിന്തുണ ഓരോ ദിവസവും ദീപകിന്റെ കുടുംബത്തിന് ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. എന്ന് മാത്രമല്ല, ഈ കാര്യമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ പോലും ഇങ്ങനെ ഒരു അധിക്ഷേപം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവുകളും അതിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. ഷിംജിതയുടെ സഹോദരൻ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ ഷിംജിതയ്ക്ക് ബസ്സിൽ വെച്ച് അധിക്ഷേപം നേരിട്ടുവെന്ന്. പക്ഷെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ ഹാജരാക്കാനും നിലവിലത്തെ സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ എന്താണ് പോലീസിന്റെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണോ അതോ തെളിവെടുപ്പടക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. സ്മിത, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി കൊച്ചിയിലേക്കാണ്. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം, കൊച്ചിയിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയെന്നതാണ്. ആ വാർത്തയുടെ വിവരങ്ങൾ ആദ്യം പറയാമെന്ന് തോന്നുന്നു വിഷ്ണു. സ്മിത, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 ആഴ്ച മുമ്പാണ് കഴിഞ്ഞ മാസമാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്ന യുവാവിനെ എറണാകുളം നോർത്ത് സ്റ്റേഷന് സമീപത്തെ ഒരാളൊഴിഞ്ഞ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസത്തെ പഴക്കം മൃതദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിയെ നിരീക്ഷിച്ച ശേഷം, പ്രതിയെ കണ്ടെത്തിയ ശേഷം അയാളിലേക്ക് എത്താനുള്ള ശ്രമമായിരുന്നു. മുഹമ്മദ് അലി എന്നാണ് അയാളുടെ പേര്. കൊല്ലം സ്വദേശിയാണ്. ഇവിടെ നിന്ന് അയാൾ ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ ടീം തമിഴ്നാട്ടിലെത്തിയാണ് ഇന്നലെ രാത്രിയോടുകൂടി പ്രതിയെ പിടികൂടിയത്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇരുവരും, അതായത് കൊല്ലപ്പെട്ട അഭിജിത്തും അതോടൊപ്പം തന്നെ ഈ പ്രതിയും ഏറെ നാളെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇരുവരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലേക്ക് കലാശിച്ചു. തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് അഭിജിത്തിനെയും. അതോടൊപ്പം തന്നെ നെഞ്ചിലടക്കം കുത്തുകളും ഉണ്ടായിരുന്നു. അതാണ് ആ കൊലപാതകത്തിന്റെ കാരണം. സെൻട്രൽ പോലീസിന്റെ നിന്നുള്ള ടീമാണ് ഈ അഭിജിത്ത് കൊലപാതകത്തിലെ പ്രതി മുഹമ്മദ് അലി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് തന്നെ പ്രതിയെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. സ്മിത, ഒപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിർണായകമായ നീക്കം 2020യുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായി. അതിന്റെ തുടർ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2020യെ പിന്തുണച്ച കോൺഗ്രസ് നൽകിയ പിന്തുണ, അതൊക്കെ ഇനി എന്താകും എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. സ്മിത, എറണാകുളത്ത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഘട്ടത്തിൽ 2020 NDA സഖ്യം അതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന ചർച്ച ഇതിനോടകം വന്നിട്ടുണ്ട്. 2020 നേരത്തെ തന്നെ UDF-ഉം LDF-ഉം ഒക്കെ പരസ്യമായി കുന്നത്തുനാട്ടിലും അതോടൊപ്പം തന്നെ ജില്ലയിൽ വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങളും പ്രതിരോധ നടപടികളും ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020 NDAയുടെ ഭാഗമായിരിക്കുന്നു. 2 പഞ്ചായത്തുകളിൽ UDF ഭരിക്കുന്നത് ഈ 2020യുടെ പിന്തുണയിലാണ്, വടവുകോടും പുത്തൻകുരിശും. അപ്പോൾ NDAയുടെ സഖ്യകക്ഷിയായ ഒരു പാർട്ടി അവരുടെ പിന്തുണയിൽ ഇനി എങ്ങനെ UDF ആ ഭരണം കൊണ്ടുപോകും, ആ അല്ലെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് വെക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ CPM ഉയർത്തിക്കഴിഞ്ഞു. അതായത് NDAയിലേക്ക് 2020 പോയത് അത് UDF-നെതിരെ കൂടി ആയുധമാക്കുകയാണ് ഈ 2 പഞ്ചായത്തിലും CPM. പക്ഷേ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ആ പഞ്ചായത്തുകളിൽ, വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്തുകളിൽ UDF-നെ പിന്തുണയ്ക്കുന്ന 2020 അംഗങ്ങൾ അവർ
സ്വതന്ത്രമായാണ് പിന്തുണയ്ക്കുന്നത്, വ്യക്തിപരമായാണ് പിന്തുണയ്ക്കുന്നത്, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അതിലില്ല എന്നാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. പക്ഷേ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാകും എന്ന് കരുതുന്നില്ല. വലിയ ആയുധമാക്കി തന്നെ മാറ്റാനാണ് നിലവിൽ CPM-ന്റെ തീരുമാനം. ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഒപ്പം സാബുവിൻ ജേക്കബിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തകളും ഇന്ന് കൊച്ചിയിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് സൂരജ് ലാമ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഉണ്ട്. അത് കുറേ നാളുകളായി സൂരജ് ലാമയുടെ സംശയിക്കുന്ന മൃതദേഹത്തിന് DNA പരിശോധനാ ഫലം എത്തിയിട്ടില്ല. അത് കോടതി 2 ആഴ്ച സമയം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് തിരുവനന്തപുരം ലാബിലേക്ക് എത്തിയ DNA സാമ്പിളുകൾ അത് പര്യാപ്തമല്ല പരിശോധനയ്ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇന്ന് കോടതിയിലേക്ക് എത്തും. അതിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന് ഏറെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ വന്നത്. നമുക്കെല്ലാം വലിയ അപമാനമായി ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന ഒരു ശസ്ത്രക്രിയയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നേപ്പാൾ സ്വദേശി ദുർഗാകാമിയുടെ. പക്ഷേ ദുർഗാകാമിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ രോഗം മൂർച്ഛിക്കുകയും അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 21 വയസ്സ് മാത്രമാണ് പ്രായം. അവരെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇന്ന് ഉണ്ടാകും. അത് അതിൻ്റെ ഫൈനലൈസ് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ജനപ്രതിനിധികളുമൊക്കെ ആലോചിച്ച ശേഷമായിരിക്കും ആ തീരുമാനമുണ്ടാകുക. നേപ്പാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. കാരണം അവർക്ക് അവിടെ മറ്റു ബന്ധുക്കളൊന്നുമില്ല. ഏറെ നാളായി കൊച്ചിയിൽ പൂണേക്കരയിൽ ഒരാളുടെ വീട്ടിലാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് സഹോദരൻ ഇവിടെ ഉണ്ട്. സഹോദരനായിരിക്കും ഇതിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം എടുക്കുക. മറ്റുള്ള ജനപ്രതിനിധികളുമൊക്കെ ആയി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. അതെ, വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇന്നലെ രാത്രി എത്തിയത്. അതിൻ്റെ തുടർ വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് യോഗം വിളിച്ചത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ യോഗത്തിൽ നേതൃത്വം വഹിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകൾ ഇന്നുണ്ടാകും. KPCC ഭാരവാഹികൾ, പ്രതിപക്ഷ നേതാവ്, പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ചയാകും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരത്തിനിറങ്ങിയാൽ അധ്യക്ഷ ചുമതല താൽക്കാലികമായി കൈമാറുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട നയവും യോഗത്തിൽ തീരുമാനിക്കും. BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നത്. വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് BJP നേതൃത്വം. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയ BJP 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. അധികാരമേറ്റ് 27ാം ദിവസം തന്നെ അത് സംഭവിക്കുകയാണ്. നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നതോടെ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കൂടി തുടക്കമാകും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടുതലേന്നുള്ള 2020യുടെ NDA പ്രവേശനം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. 3 വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. കൂടാതെ അതിവേഗ റെയിൽ തിരുവനന്തപുരം നഗരത്തെ തുറമുഖ നഗരമായി പ്രഖ്യാപിക്കുക തുടങ്ങി സർപ്രൈസ് പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചെങ്കിലും അതുണ്ടാകില്ലെന്നാണ് മേയർ VV രാജേഷ് മാധ്യമങ്ങളെ കണ്ടറിയിച്ചത്. എന്നാൽ വാർഡുകളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇതിനോടകം എത്തിച്ചതായാണ് വിവരം. പ്രധാനമന്ത്രിയുടെ വരവ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്നാണ് LDF UDF നേതാക്കളുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് സങ്കല്പത്തിൽ നിന്ന് കേരളത്തെ തഴയുന്നത് ഉയർത്തിക്കാട്ടിയാണ് LDFും UDFും പ്രധാനമന്ത്രിയുടെ വരവിൽ ചർച്ചയുയർത്തുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുള്ള സഹായം നൽകാത്തതിനെ ചൊല്ലി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. തമിഴ്നാട്ടിലെ NDA സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കും. ചെങ്കൽപ്പേട്ട് മധുരാന്തകത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് പൊതുയോഗം. NDAയുടെ സഖ്യകക്ഷി നേതാക്കളെല്ലാം പരിപാടിക്കുണ്ടാകും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെന്നൈയിലുണ്ട്. NDA വിട്ട അമ്മ മക്കൾ മുന്നേറ്റ കഴകം കഴിഞ്ഞ ദിവസം മുന്നണിയിൽ തിരിച്ചെത്തിയിരുന്നു. തമിഴ് മാനില കോൺഗ്രസ്, ഇന്ത്യൻ ജനനായക കക്ഷി ഉൾപ്പെടെയുള്ള കക്ഷികൾ NDAയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് രാവിലെ 10:30ഓടെയാണ് പരേഡ് തുടങ്ങുക.
വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിച്ച് ചെങ്കോട്ട വരെയാകും പരേഡ്. റിഹേഴ്സൽ നടക്കുന്നതിനാൽ ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ പരേഡ് അവസാനിക്കുന്നതുവരെ വിജയ് ചൌക്ക് തുടങ്ങി ഇന്ത്യ ഗേറ്റ് വരെയുള്ള കർത്തവ്യപഥ് അടച്ചിടും. റിഹേഴ്സൽ നടക്കുന്ന സമയങ്ങളിൽ മെട്രോ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിലെത്തിയതിൽ സന്തോഷമെന്ന് ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളുമാണ് എല്ലാറ്റിനെയും മനോഹരമാക്കുന്നതെന്നും സുനിത വില്യംസ് പറഞ്ഞു. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു സുനിത വില്യംസ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 9ാം പതിപ്പിനാണ് കോഴിക്കോട് തുടക്കമായത്. മന്ത്രി PA മുഹമ്മദ് റിയാസും സുനിത വില്യംസും ചേർന്ന് KLF-ന് തിരിതെളിയിച്ചു. Everybody, it's great to be here in Kerala. Specifically, I think I heard the correct pronunciation, Kodikor, right? It's a lot different from being in space, but it's very similar. There aren't as many people in space. പ്രചോദനം നൽകുന്ന വാക്കുകളായിരുന്നു സുനിത വില്യംസിൻ്റേത്. കേരളത്തിലെത്തിയ സന്തോഷവും മറച്ചുവെച്ചില്ല. ബഹിരാകാശ യാത്രയുടെ അനുഭവങ്ങളും സുനിത വില്യംസ് പങ്കുവച്ചു. Our space station is only so big, but it does represent so many countries around the world. And more recently, Indian astronauts, Captain Shukla, was up there on Axiom 4 mission. And I think his impressions are like mine. ഒളിമ്പ്യൻ ബെൻ ജോൺസൺ, ചലച്ചിത്ര താരങ്ങളായ ഭാവന, പ്രകാശ് രാജ്, സാഹിത്യകാരന്മാരായ സക്കറിയ, K. സച്ചിദാനന്ദൻ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 25 വരെ നീളുന്ന ഫെസ്റ്റിവലിൽ 18 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. 24 കോഴിക്കോട്. കോഴിക്കോട് ഫറോക്ക് സ്വദേശി സുരേഷിന്റെ വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ. റിസർവ് ബാങ്ക് ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടികളാണ് എടുത്തതെന്നാണ് വിശദീകരണം. 2015 എടുത്ത വായ്പ കിട്ടാക്കടമായ 2023 മുതൽ കൃത്യമായ നോട്ടീസുകൾ വഴി മുന്നറിയിപ്പുകളും പരമാവധി സമയവും വായ്പ നൽകിയതാണ്. പ്രതിമാസ തവണകൾ അടയ്ക്കാതിരുന്നതിനാൽ വായ്പ കിട്ടാക്കടമായതിനു ശേഷമാണ് സർഫാസി നിയമപ്രകാരം ബാങ്ക് നടപടി തുടങ്ങിയതെന്നും വിശദീകരണം. ബാങ്ക് എടുത്ത നടപടികൾ രാജ്യത്തെ നിയമപ്രകാരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടു മാത്രമാണ് കോടതി ജപ്തി നടപടികൾ അഡ്വക്കേറ്റ് കമ്മീഷണർ വഴി നടത്തിയത് എന്നും അധികൃതർ പറയുന്നു. ഈ മാസം 20-ന് ജപ്തി നടപ്പാക്കാനായി പകൽ 11:30 ബാങ്ക് അധികൃതർ എത്തിയപ്പോൾ വസ്തു ഉടമസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വൈകിട്ട് 3:30 എത്താമെന്ന് ഉടമ അറിയിച്ചു. അതിനനുസരിച്ച് ആ സമയം വരെ കാത്തുനിന്നിട്ടും ഉടമസ്ഥൻ എത്തിയിട്ടില്ല. തുടർന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്ന് വിശദീകരണത്തിലുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഇതുൾപ്പെടെയുള്ള വസ്തുതകൾ കോടതിയിൽ കമ്മീഷൻ സമർപ്പിക്കും. അദാലത്ത് നടക്കാനിരിക്കെയാണ് നടപടികൾ എന്നതും വായ്പാ കാലാവധി തീരും മുൻപെയാണ് ജപ്തി നടപടിയെന്ന ആരോപണങ്ങളും ശരിയല്ലെന്നും ബാങ്ക് അദാലത്തുകൾ ഇടയ്ക്കിടെ നടത്തുന്നതും വായ്പക്കാരൻ ഇതിൽ മുൻപ് പങ്കെടുത്തിട്ടുള്ളതുമാണെന്നും വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. ട്രംപ് ബോർഡ് ഓഫ് പീസ് ഇനി ഔദ്യോഗിക അന്താരാഷ്ട്ര സംഘടന. ദാവോസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചാർട്ടർ അവതരിപ്പിച്ചു. അംഗത്വം എടുത്തവർ $1 ബില്യൺ ധനസഹായം നൽകണമെന്ന് ട്രംപ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്നത് ഉയരുന്ന ആശങ്കയാണ്. Congratulations, President Trump. The charter is now in full force and the Board of Peace is now an official international organization. പാകിസ്ഥാൻ, അസർബൈജാൻ, UAE, ഹംഗറി, ഇസ്രയേൽ തുടങ്ങി 20-ലധികം രാജ്യങ്ങൾ സമിതിയിൽ അംഗങ്ങളായി. സ്ഥിരം അംഗങ്ങളാകുന്നവർ $1 ബില്യൺ സംഭാവന നൽകണമെന്ന് ട്രംപ് അഭ്യർത്ഥിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിട്ടുനിന്നു. നിലവിൽ സമിതിയിൽ അംഗമാകില്ലെന്ന് ബ്രിട്ടൻ അറിയിച്ചു. സമിതിയിൽ അംഗമാകുന്നതിൽ ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക, ഗസയുടെ പുനർനിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് കരാർ ലക്ഷ്യമിടുന്നതെന്ന് തുടക്കത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ആഗോള സംഘർഷം പരിഹരിക്കുകയാണ് സമിതിയുടെ ലക്ഷ്യമെന്ന് ട്രംപ് അറിയിക്കുകയായിരുന്നു. ചാർട്ടറിൽ ഒരിടത്തും ഗസ പരാമർശമില്ല എന്നതും എതിർപ്പിനിടയാക്കി. പലസ്തീൻ ജനതയെ സഹായിക്കാൻ $1 ബില്യൺ നൽകാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. ബോർഡ് ഓഫ് പീസിൽ അംഗമാകുന്നതിന് ഇന്ത്യയെയും ട്രംപ് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്നതാണ് ഉയരുന്ന ആശങ്ക. ആണവരാഷ്ട്രങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന പതിവ് പല്ലവി ട്രംപ് ദാവോസിലും ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ സൗദി അറേബ്യ ഉൾപ്പെടെ 8 മുസ്ലിം രാജ്യങ്ങളാണ് ചേർന്നത്. വെടിനിർത്തൽ നടപ്പിലാക്കാനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള നിർണായക നീക്കമാണിതെന്ന് ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ അറിയിച്ചു. ഡാവോസിലെ ലോക സാമ്പത്തിക ഫോറം വേദിയെ സാക്ഷി നിർത്തിയാണ് ഗസയിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ തുടക്കമായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച പീസ് കൌൺസിലിൽ ലോകത്തെ പ്രധാനപ്പെട്ട 8 മുസ്ലിം രാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗങ്ങളായി. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് സമാധാന ദൌത്യത്തിന്റെ ഭാഗമായത്. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ചാർട്ടറിൽ ഒപ്പുവച്ചു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങളും സ്വതന്ത്ര രാഷ്ട്രമെന്ന പദവിയും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സമാധാന അന്തരീക്ഷമാണ് ലക്ഷ്യമെന്ന് ഈ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഗസയിലെ ഗവേണിംഗ് ബോഡിയുടെ മേൽനോട്ടവും വെടിനിർത്തൽ കരാറും ഈ സമിതിയുടെ പ്രധാന ദൌത്യമായിരിക്കും. 59ഓളം രാജ്യങ്ങൾ സമിതിയിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും സൗദിയുടെയും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളുടെയും പങ്കാളിത്തം നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. വരും വർഷങ്ങളിൽ ഗസയുടെ ഭരണം നിശ്ചയിക്കുന്നതിലും അന്താരാഷ്ട്ര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഈ രാജ്യങ്ങൾക്കായിരിക്കും പ്രധാന പങ്കുണ്ടാവുക. ദശാബ്ദങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയ അധ്യായം കുറിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനുള്ള ശക്തമായ പിന്തുണ കൂടിയായി ഈ നീക്കം മാറി. 24 ജിദ്ദ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ശതകോടീശ്വരൻ എലോൺ മസ്ക് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പരാമർശം വൈറലാകുന്നു. ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചതിനെ പറ്റി കേൾക്കുന്നുണ്ട്. സമാധാനം എന്നർത്ഥമുള്ള പീസല്ല, കഷ്ണം എന്നർത്ഥമുള്ള പീസാണ് ഇതെന്ന് തോന്നുന്നു എന്നായിരുന്നു പരിഹാസം. ആ പീസിന്റെ സ്പെല്ലിംഗ് PIECE ആണോ? ഗ്രീൻലൻഡിന്റെ ഒരു കഷ്ണം, വെനസ്വേലയുടെ ഒരു കഷ്ണം, നമുക്ക് എല്ലാറ്റിന്റെയും ഒരു ഭാഗം കിട്ടണം. സദസ്സിൽ കൂട്ടച്ചിരി ഉയർത്തി മസ്കിന്റെ വാക്കുകൾ. I heard about the formation of the Peace Summit, and I was like, is that PIECE? A little piece of Greenland, a little piece of Venezuela. we got one. All we want is peace. യുക്രൈൻ, റഷ്യ, അമേരിക്ക ആദ്യ ത്രികക്ഷി ചർച്ച ഇന്ന് UAE-യിൽ നടക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കി. ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനിടയാക്കുമെന്ന് സെലൻസ്കി പ്രത്യാശ പ്രകടിപ്പിച്ചു. റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും സെലൻസ്കി. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ യുദ്ധാനന്തരം യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളുടെ കാര്യത്തിൽ ധാരണയായെന്നും സെലൻസ്കി. ചർച്ചകൾക്ക് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ അർദ്ധരാത്രിയിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറാഡ് കഷ്ണറും കൂടിക്കാഴ്ച നടത്തി. ഇന്നും നാളെയും നടക്കുന്ന ചർച്ചകളിൽ 3 രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുക. ഇറാനിലേക്ക് അമേരിക്കയുടെ വലിയ കപ്പൽപ്പട നീങ്ങുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ മാത്രമേ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകൂ എന്നും ട്രംപ് വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കപ്പൽപ്പട പശ്ചിമേഷ്യയിലെത്തും. ഗ്രീൻലൻഡിന്റെ കാര്യത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനാകുമെന്നും ട്രംപ് പറഞ്ഞു. പുതുതായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാനായി ആജീവനാന്തം സേവനം അനുഷ്ഠിച്ചേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ദാവോസിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.